സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതുകൊണ്ടൊന്നും നമ്മൾ പോകില്ല വിനേട്ട. ഇനി എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ മടക്കം. എന്തായാലും തമ്പായി വന്നിട്ട് സ്വർണം പണയം വെക്കുന്നത് തടയുമല്ലോ. അമ്പിളി ചേച്ചിയുടെ അഹങ്കാരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത്. ആ ചിലപ്പോ ആ സ്വർണ്ണ അച്ഛനെ അതോടെ എല്ലാവർക്കും തുല്യമായി പങ്കുവെച്ച് കൊടുക്കാനും മതി. അച്ഛൻ എനിക്ക് കൂടി പണം തരാൻ തീരുമാനിക്കുകയാണെങ്കിൽ തമ്പായി വന്നത് മുടക്കരുത്. അയാളെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ച് കിട്ടിയതുമില്ല. അല്ല ചീരി ചേച്ചിയും വിനേട്ടനും എന്താ ഒന്നും മിണ്ടാത്ത? ഇനി വന്ന സ്ഥിതിക്ക് കിട്ടാവുന്നത് വാങ്ങിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇല്ലതേ, ഞാൻ ആർക്കും ഒരു തടസ്സമായിട്ട് ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രഘുവേട്ടൻ നമുക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതാ. അമ്പിളി ചേച്ചി, രഘുവേട്ടൻ ആ സ്വർണം കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പൊ പിന്നെ തമ്പായി അത് മുടക്കാൻ വരില്ലെന്നാണോ നിന്റെ വിശ്വാസം? രഘുവേട്ടന് യോഗം ഉണ്ടെങ്കിൽ വരില്ല. ഇനി വരുന്നെങ്കിൽ വരട്ടെ. അമ്പിളി ചേച്ചിയുടെ രഘുവേട്ടന്റെ സങ്കടം കാണാൻ നിൽക്കാതെ നമുക്ക് പോവാം. ഇനി അച്ഛനാ സ്വർണം എല്ലാവർക്കും ആയിട്ട് പങ്കിട്ട് കൊടുക്കാനാ തീരുമാനിക്കുന്നെങ്കിൽ നമുക്കുള്ളത് അച്ഛൻ തന്നെ വീട്ടിൽ കൊണ്ടുതരും. വിനയണ്ണേ റെഡിയാവാൻ നോക്ക്, ഞാനൊരു ദേ നീ വരുന്നുണ്ടോ? ഞാനെന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. റെഡിയാവേ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അച്ഛനൊരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു. തമ്പായി വരാതിരിക്കാൻ കൂടി ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു. മോളെ ഇത് കുടിക്ക്. എന്താ മോളെ, എന്തെങ്കിലും വയ്യായ്ക തോന്നുന്നുണ്ടോ? എന്തോ അസ്വസ്ഥതയുണ്ട്, പക്ഷെ എന്താന്ന് എനിക്ക് പറയാൻ അറിയില്ല. സാധാരണ ഡോക്ടർ റൗണ്ട്സിന് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇതെന്താ വരാത്തെ? ഹർഷയ്ക്ക് വയ്യായ്ക ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആന്റി ഇത് വെച്ചോണ്ടിരുന്ന സമയം കളയണ്ട. എന്നാ രവി ചെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ചെല്ലേ. ശരി, ഞാൻ വിളിച്ചോണ്ട് വരാം. ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ പോവായിരുന്നു. ആണോ? ഞാനിങ്ങ എത്തിയല്ലോ. എന്തൊക്കെയുണ്ട് ഹർഷ വിശേഷം? എന്തൊക്കെ അസ്വസ്ഥതകളുണ്ട് ഡോക്ടർ. കുഞ്ഞിന്റെ അനക്കം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നെഞ്ചിനകത്തൊരു എരിച്ചിലും ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ബാക്ക് പെയിനും ഉണ്ട്. ഹർഷ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഡോക്ടർ. ആഹാരവും നന്നായിട്ട് കഴിക്കുന്നില്ല. പേടിയാവുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഹർഷ എന്തിനാ പേടിക്കുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ടിരിക്കും. ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആദ്യം ഹർഷ ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടേ. മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ മറ്റൊന്നും ഒരു പ്രശ്നമല്ല. ആഹാരമൊക്കെ കഴിച്ചോളൂ, അല്ലെങ്കിൽ വെറുതെ എപ്പോഴും ട്രിപ്പ് ഇടേണ്ടി വരും. 1-2 റിസൾട്ട് കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. ശരി ഡോക്ടർ. രവി ഒന്ന് വരൂ. ഞാൻ പോയിട്ട് വരാം. ആന്റി, ഡോക്ടർ എന്തിനാ രവിയേട്ടനെ വിളിച്ചോണ്ട് പോയത്? അറിയില്ല, രവി തിരിച്ചു വരുമ്പോ ചോദിക്കാം. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് അത് നമ്മളോട് പറയാതെ രവിയേട്ടനോട് മാത്രം പറയാനായിട്ട് വിളിച്ചതായിരിക്കും. നീ ഇങ്ങനെ വെറുതെ ഓരോന്നും ആലോചിച്ച് കൂട്ടാതെ ഹർഷേ. അല്ല, നമ്മളെക്കാളും ടെൻഷനാ രവിയേട്ടന്. ഇനി ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാലും അത് നമ്മളോട് പറയാതിരിക്കോ രവിയേട്ടെ? അങ്ങനെയൊന്നുമില്ല. രവി വരട്ടെ, നമുക്ക് ചോദിക്കാം. രവി, ഞാൻ പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. ഹർഷയ്ക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. എന്താ ഡോക്ടർ? അത് 1-2 ടെസ്റ്റ് കൂടി എടുത്തിട്ട് പറയാം. ചില സിംറ്റംസ് കണ്ടപ്പോൾ സംശയം തോന്നിയിരുന്നു, പക്ഷേ അതിപ്പോ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും 1-2 ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് ഉറപ്പിക്കാം. ഈ സമയത്ത് രവി വേണം ഹർഷയ്ക്ക് ധൈര്യം കൊടുക്കാൻ. ടെൻഷൻ കൂടി രവി പാനിക്കായാൽ ഹർഷയുടെ കാര്യം കുഴപ്പത്തിലാവും. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ വിവരങ്ങൾ അറിയിച്ചല്ലേ പറ്റൂ.
ചിലപ്പോ പെട്ടെന്ന് സിസേറിയൻ വേണ്ടി വന്നാ അതിന് നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനൊക്കെ ഡോക്ടർ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ റെഡിയാ. ഇപ്പൊ വരുന്ന ഈ ഡിലേയിൽ മാത്രമേ ഡോക്ടറെ എനിക്ക് ടെൻഷനുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടേ നമുക്കൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്തായാലും ടെസ്റ്റുകൾ കഴിയട്ടെ. ശരി. രവി സാറേ, സാറെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഹർഷ എവിടെ? ഹർഷയും സുശീലാന്റെയും മുറിയിലുണ്ട്. എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വിളിച്ചോണ്ട് വന്നതാ. ഹർഷയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അഡ്മിറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. അതാ ഞാനിങ്ങ് പോന്നത്. ഹർഷയ്ക്ക് ഇപ്പൊ നല്ല ക്ഷീണമുണ്ട്. അവക്കാണെങ്കിൽ ഇപ്പൊ വല്ലാത്ത പേടിയുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ ഡോക്ടർ പറയുന്നേ. അങ്ങനെ വെറുതെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്താ കുഴപ്പമെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിച്ച് നിൽക്കും? 1-2 ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് പറയാന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഓപ്പറേഷൻ വേണ്ടി വരുന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനെങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നേ? ടെസ്റ്റൊക്കെ കഴിയാതെ അവരൊന്നും ചെയ്യില്ലല്ലോ. ആശുപത്രിയിൽ വന്നാലുള്ള കുഴപ്പം എങ്ങനെയാ? ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡോക്ടർമാര് വല്ലാതെ അങ്ങ് പേടിപ്പിക്കും. അവര് പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ പാതി ജീവൻ അങ്ങ് പോവും. ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. കുഞ്ഞമ്മേ, ഇതങ്ങനെയല്ല. ഡോക്ടറുടെ സംസാരം കേട്ടാൽ അറിയാം എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. അതെയോ? അതെ, രാവിലെ തന്നെ ഹർഷ പറഞ്ഞായിരുന്നു എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന്. കുഞ്ഞിന്റെ അനക്കം അറിയുന്നില്ലെന്നും പറഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, കുഞ്ഞിന്റെ അനക്കം അറിയില്ലെന്ന് പറഞ്ഞോ? അപ്പൊ അത് കഴിഞ്ഞിട്ടാണോ ഡോക്ടർ വന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. ചില സമയത്തെ കുഞ്ഞ് അനങ്ങാതിരുന്ന് നമ്മളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോ പിന്നെ ചവിട്ടും കുത്തും ഒക്കെ തുടങ്ങിക്കോളും. എന്നാലും ഡോക്ടർ പറഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സാർ ഇപ്പൊ ഹർഷയോടൊന്നും പറയണ്ട. കടിഞ്ഞൂലല്ലേ, പെണ്ണുങ്ങൾക്ക് നല്ല പേടിയുണ്ടാവും. അതിന്റെ കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് അറിഞ്ഞാ അത് മതി വയ്യായിക കൂടെ.